ഉച്ച വാർത്തയിലേക്ക് സ്വാഗതം. ഏവർക്കും ജനം കുടുംബത്തിന്റെ വിഷു ആശംസകൾ. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. वोट बैंक को खुश करने के लिए इस कानून को ऐसा बना दिया कि बाबा साहब आंबेडकर के संविधान की ऐसी की तैसी. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി. അധികാരം നേടാനുള്ള ഉപകരണമായാണ് ഭരണഘടനയെ കോൺഗ്രസ് കാണുന്നതെന്ന് നരേന്ദ്രമോദി. വഖഫ് നിയമം ഭേദഗതി ചെയ്തതോടെ ദരിദ്രരെ കൊള്ളയടിക്കുന്നത് അവസാനിക്കുമെന്നും മോദി. വിഷു ഞങ്ങളെ ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്ന് ഉള്ളൊരു വിധിയായിരിക്കും. എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പക്ഷെ ഇപ്പം ഭയങ്കര സങ്കടമുണ്ട്. വീടുകളിൽ വിഷു ആഘോഷിച്ച് ഇരിക്കേണ്ട ഒരു ആളുകളാണ് നമ്മൾ. പക്ഷേ ഈ വർഷം ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് വിഷമോ എല്ലാം ഉണ്ട്. സെക്രട്ടേറിയറ്റ് നടയിൽ വിഷാദത്തോടെ വിഷുക്കണിയൊരുക്കി ആശമാർ. വിഷുദിനത്തിൽ സമരപ്പന്തലിൽ ചോര ഒഴുക്കി വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. കണ്ണു തുറക്കാതെ പിണറായി സർക്കാർ. ചീഫ് സെക്രട്ടറിക്കെതിരെ N. പ്രശാന്ത് IAS ഹിയറിംഗിന് റെക്കോർഡിംഗും ലൈവ് സ്ട്രീമിംഗും ചീഫ് സെക്രട്ടറി ആദ്യം സമ്മതിച്ചിരുന്നു. പിന്നീട് തീരുമാനം മാറ്റിയതിന്റെ കാരണം അറിയില്ലെന്നും ഫേസ്ബുക്കിൽ വിമർശനം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി. നീതിപീഠത്തെ സമീപിച്ചത് ഭാര്യ മഞ്ജുഷ. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ഹർജിയിൽ വെളിപ്പെടുത്തൽ. കണികണ്ടുണർന്ന കേരളം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സ്മരണയിൽ വിഷു ആഘോഷം. ഗുരുവായൂർ, ശബരിമല അടക്കം പ്രധാന ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രിയും കേരള ഗവർണർ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ സ്മരണയിൽ രാജ്യം. ജന്മവാർഷികത്തിൽ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. BJPയുടേത് അംബേദ്കറുടെ ആശയമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പു കേസിൽ മുഖ്യപ്രതി വിദേശത്ത് വലയിൽ. നാടുവിട്ട മെഹുൽ ചോക്സി അറസ്റ്റിലായത് ബെൽജിയത്തിൽ നിന്ന്. ഉടൻ ഭാരതത്തിന് കൈമാറും. വഖഫ് നിയമത്തിൽ പ്രതിഷേധം. ബംഗാളിൽ കലാപമാക്കി ജിഹാദികൾ. സംഘർഷബാധിത പ്രദേശങ്ങളിൽ അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിച്ച കേന്ദ്രം. വഖഫ് നിയമം ബംഗാളിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി മമത.
വിശദമായ വാർത്തകളിലേക്ക്. കണി കാണും നേരം. വിഷുദിനത്തിൽ ഗുരുവായൂരപ്പനെ കണികണ്ട് പതിനായിരങ്ങൾ. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് വിഷുക്കണി ദർശനം നടന്നത്. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. സമൃദ്ധിയുടെ വിഷുദിനം, വർഷം മുഴുവൻ ഐശ്വര്യം നിറയാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ പുണ്യദർശനം. ഭക്തർക്ക് ഇതിൽ പരം മറ്റെന്തു വേണം? പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് വിഷുക്കണി ദർശനം നടന്നത്. ശ്രീലകത്ത് ഗുരുവായൂരപ്പന്റെ വലതുഭാഗത്ത് ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച സ്വർണ്ണ സിംഹാസനത്തിൽ കണ്ണന്റെ തങ്കത്തിടമ്പും കണിക്കോപ്പുകളും ഭക്തർ കണി കണ്ടു. ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കി. മേൽശാന്തി കവപ്രാമാറത്ത് അച്യുത നമ്പൂതിരി നാളികേരമുടച്ച് തിരിയിട്ട് കത്തിച്ച് കണ്ണനെ കണി കാണിച്ച് വിഷുക്കൈനീട്ടം നൽകിയതിനു ശേഷമാണ് വിഷുക്കണി ദർശനം നടന്നത്. 4 കറികളും ഇടിച്ചു പിഴിഞ്ഞ പായസവുമായി ഉച്ചനിവേദ്യത്തിന് ഗുരുവായൂരപ്പന് നമസ്കാര സദ്യ. വിഷുദിനത്തിൽ ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരിയിലേക്ക് ഒഴുകിയെത്തി ഭക്തജനങ്ങൾ. മണിക്കൂറുകളോളം കാത്തിരുന്നാണ് ഭക്തർക്ക് ദർശനം സാധ്യമായത്. ജനം, തൃശൂർ. ശബരിമലയിലും വിഷുദിനത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 4-ന് നട തുറന്നു. വിഷുക്കണി ദർശനത്തോടൊപ്പം ശ്രീകോവിലിൽ നിന്നും വിഷുക്കൈ നീട്ടവും ലഭിച്ചതിന്റെ നിർവൃതിയിലാണ് ഭക്തർ. സന്നിധാനത്ത് അയ്യപ്പ ചിത്രം പതിച്ച സ്വർണ്ണ ലോക്കറ്റിന്റെ വിതരണവും തുടങ്ങി. അയ്യപ്പസ്വാമിയെ ദർശിച്ച് ഐശ്വര്യ സമൃദ്ധിയുടെ പൊൻവിഷുവിനെ വരവേറ്റ് പതിനായിരങ്ങൾ. പുലർച്ചെ 4-ന് നട തുറന്ന് ഭഗവാൻ കണി കണ്ടു. തുടർന്ന് ഭക്തർക്ക് വിഷുക്കണി ദർശനം. തന്ത്രി കണ്ഠരര് രാജീവരരും മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയും ഭക്തർക്ക് ശ്രീകോവിലിൽ നിന്നും വിഷുക്കൈ നീട്ടം നൽകി. ശബരിമല ശ്രീകോവിലിൽ പൂജിച്ച അയ്യപ്പ ചിത്രം പതിച്ച സ്വർണ്ണ ലോക്കറ്റിന്റെ വിതരണം ദേവസ്വം മന്ത്രി VN വാസവൻ സന്നിധാനത്ത് നിർവഹിച്ചു. 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം ലോക്കറ്റുകളാണ് ഓൺലൈൻ ബുക്കിംഗിലൂടെ വിതരണം ചെയ്യുന്നത്. വിഷു ദിനത്തിൽ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഒഴുകിയെത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുടെ സാന്നിധ്യത്തിൽ സന്നിധാനത്തിൽ വെച്ച് ഇന്ന് ആ ലോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ചടങ്ങാണ് രാവിലെ സംഘടിപ്പിക്കപ്പെട്ടത്. മണ്ഡല കാലഘട്ടത്തായിരുന്നാലും മകരവിളക്ക് കാലഘട്ടത്തായിരുന്നാലും 1-ാം തീയതിയിലായിരുന്നാലും ഇപ്പോൾ ഉത്സവത്തിന് സമയത്തായിരുന്നാലും ഏറ്റവും അവസാനം വിഷുക്കണിയുടെ സന്ദർഭത്തിലായിരുന്നാലും തീർത്ഥാടകർക്ക് ഏറ്റവും നല്ല സംതൃപ്തി ഉറപ്പാക്കി ദർശനം സുഗമമാക്കി മുന്നോട്ട് പോകുന്ന പൊതു സാഹചര്യം നിങ്ങൾക്കിവിടെ എവിടെയും ദൃശ്യമാണ്. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ളത്. അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ ലോക്കറ്റ് ലോഞ്ച് ചെയ്ത് ആദ്യത്തെ ഭക്തന് അത് കൈമാറിയിട്ടുള്ളത്. നിരവധി ബുക്കിംഗാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങൾക്കേറെ സ്വീകാര്യമായ ഒരു തീരുമാനമായിരുന്നു ദേവസ്വം ബോർഡ് എടുത്തത്. ഭക്തജന പ്രവാഹത്തിലാണ് വിഷുദിനത്തിൽ സന്നിധാനം. നടപ്പന്തലും ഫ്ലൈ ഓവറും സന്നിധാനത്തിന്റെ വിവിധ മേഖലകളും ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. ജനം, സന്നിധാനം. സമൃദ്ധിയുടെ പുണ്യപ്രതീക്ഷയിലാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. കൈനീട്ടവും വിഷുക്കണിയും പടക്കങ്ങളും സദ്യവട്ടവുമായിട്ടാണ് നാടും നഗരവും നന്മയുടെ സുദിനത്തെ വരവേറ്റത്. വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് മേടം പിറക്കുന്ന പൊന്നിൻ വിഷു. ജ്യോതിഷപ്രകാരം ഇത് പുതുവത്സരമായും ഗണിക്കാം. വസന്തകാലത്തിന്റെ കണിക്കുന്ന പൂവുകൾ ചൂടി കണിവെള്ളരിയുടെ കാർഷിക സമൃദ്ധിയും അടയാളപ്പെടുത്തിയാണ് മലയാള നാട്ടിലെ വിഷു. ഏറെ പ്രധാനം പുലർച്ചെയുള്ള വിഷുക്കണി തന്നെ. തെളിഞ്ഞ നിലവിളക്കിന്റെ ദീപപ്രഭയിൽ കണ്ണു തുറന്ന് കണ്ണനെ കണ്ടാൽ ആദ്യ കണി.
ഓട്ടുരുളിയിൽ നിറഞ്ഞിരിക്കുന്ന അരിയും നെല്ലും പുതുമുണ്ടും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയുമൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. പൊന്നുപോലെ വിഷുഫലം അടുത്ത ഒരു കൊല്ലക്കാലം വിളങ്ങി നിൽക്കുമെന്നാണ് വിശ്വാസം. മുതിർന്നവരിൽ നിന്ന് കൈനീട്ടമായി ലഭിക്കുന്ന നാണയത്തുട്ടുകളും ഐശ്വര്യ തുടക്കം തന്നെ. വരും വർഷം മുഴുവൻ നന്മ നിറയട്ടെ എന്ന പ്രാർത്ഥനയാണ് കൈനീട്ടം. വിഭവസമൃദ്ധമായ വിഷുസദ്യയും ഏറെ വിശേഷമാണ്. ശ്രീകൃഷ്ണൻ നരകാസുരവധം നടത്തിയ ദിനമാണ് വിഷുവായി കൊണ്ടാടുന്നത് എന്നാണ് ഐതിഹ്യങ്ങളിൽ പ്രധാനം. കവി NN കക്കാടിന്റെ വരികളാണ് ഈ വിഷുദിനത്തിലും ഓർമ്മ വരിക. കാലമിനിയും ഉരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ് വരും. എല്ലാ മലയാളികൾക്കും ജനം TV കുടുംബത്തിന്റെ വിഷുദിനാശംസകൾ. ന്യൂസ് ഡെസ്ക് ജനം. ഉത്തര കേരളം ആഘോഷ നിറവിലാണ്. കണിയൊരുക്കിയും കൈനീട്ടം വാങ്ങിയും വിഷുപ്പുലരിയിൽ തന്നെ നാടൊന്നാകെ ഉണർന്നു കഴിഞ്ഞു. ഒത്തുകൂടിയും പടക്കം പൊട്ടിച്ചുമാണ് സമൃദ്ധിയുടെ ആഘോഷത്തെ വരവേറ്റത്. നമുക്ക് ഈ വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു KSIDC എന്ന് പറഞ്ഞ ഒരു സർക്കാർ കമ്പനിയിൽ നിന്ന് 13% ഒരു എക്വിറ്റിയുള്ള കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസിൽ കാശ് വരുന്നു. ഏതോ ഒരു കമ്പനി കാശ് കൊടുക്കുന്നു, എത്രയോ കമ്പനി കാശ് കൊടുക്കുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ആരും നടക്കുന്നില്ലല്ലോ. അപ്പോൾ നോക്കൂ, എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ 10 കൊല്ലം CPM കോൺഗ്രസിൻ്റെ അഴിമതി പഠിച്ച് കോൺഗ്രസിനെക്കാട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതിപ്പോൾ ഇതിൽ ഈ പോലീസ് ഓഫീസർ എന്താണ് ഇൻവോൾവ്മെൻറ്റ്? 2 ദിവസം മുമ്പേ കണ്ടല്ലോ, ഒരു ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി EDൻ്റെ കേസിൽ വരുന്നു. ഗോൾഡ് സ്മഗ്ലിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതും ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസ് ഒരു കണക്റ്റഡ് ഒരു സീനിയർ ഓഫീഷ്യലായിരുന്നു. അപ്പോൾ ഈ നാട്ടിൽ എന്ത് നടക്കുന്നു, ആരാ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഞാൻ പേപ്പറും TV-യും കാണുന്ന ആളാണ്. ജനങ്ങളിങ്ങനെ TV-യും കാണുന്നുണ്ട്, പേപ്പറും വായിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര കൺഫ്യൂഷനാണ്. ഈ 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചിട്ട് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ തൊഴിലില്ല, നിക്ഷേപമില്ല, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇവിടെ നടക്കുന്നതെല്ലാം ആശാ വർക്കേഴ്സിൻ്റെ സമരം, KSRTCക്ക് ശമ്പളം കിട്ടുന്നില്ല, CPO എക്സാം പാസ്സായി അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു എക്സാലോജിക്കും വീണ സർവീസ് ടാക്സും ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു പോലീസ് ഓഫീസറും. അപ്പോൾ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. അതിൻ്റെ എന്താണ് ഞാൻ പറയേണ്ടത്, ആരാ ജനങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ തന്നെ ജനങ്ങളെ കണ്ടുമുട്ടി അവരുടെ ഒരു തോട്ട്സ് നിങ്ങൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ആരോപണവിധരായ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ തുടരാൻ അനുവദിക്കുന്നത് ശരിയാണോ? അല്ല, നോക്കൂ, ഇങ്ങനൊരു കൾച്ചർ തന്നെ, ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ കൾച്ചർ തന്നെ ഇങ്ങനെ ആവുമ്പോൾ, അഴിമതിൻ്റെ കൾച്ചർ, ഈ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ മകള് അഴിമതിയിൽ ഒരു അക്യൂസ്ഡ് ആവുമ്പോൾ മറ്റൊരു പിന്നെ എന്താ ചെയ്യാൻ പോകുന്നു? ഒരു രാഷ്ട്രീയ കൾച്ചറായി മാറിയിട്ടില്ലേ? ആദ്യം കോൺഗ്രസ് ചെയ്തു എത്രയോ കൊല്ലം, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു PhD പോസ്റ്റ് ഡോക്ടറൽ മാസ്റ്റർ ആവുന്നത് CPM പിണറായി വിജയൻ. അത് സഖാവുമാരെന്നെ പറയട്ടെ. ഓക്കെ സാർ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീണ്ടും വാർത്തകളിലേക്ക്. ഉത്തര കേരളം ആഘോഷ നിറവിലാണ്. കണിയൊരുക്കിയും കൈനീട്ടം വാങ്ങിയും വിഷുപ്പുലരിയിൽ തന്നെ നാടൊന്നാകെ ഉണർന്നു കഴിഞ്ഞു. ഒത്തുകൂടിയും പടക്കം പൊട്ടിച്ചുമാണ് സമൃദ്ധിയുടെ ആഘോഷത്തെ വരവേറ്റത്. വടക്കൻ കേരളത്തിൽ വിഷു ആഘോഷത്തിന് പൊലിമ ഒന്ന് വേറെയാണ്. വൈകി ഉറങ്ങിയാലും നേരം തെറ്റാതെ ഉണർത്തുന്ന വിഷുക്കണിയും വിഷുക്കൈനീട്ടവും. കണ്ണനെ കണ്ണിറയെ കണ്ട് കണിവെള്ളരിയും കണിക്കൊന്നയും ചക്കയും മാങ്ങയും അടങ്ങുന്ന സമൃദ്ധിയെ പ്രതീക്ഷയോടെ വരവേൽക്കുന്ന ദിനം. വരാനിരിക്കുന്ന നാളേക്കായുള്ള സമൃദ്ധിയുടെ കാഴ്ചയും കരുതിവെപ്പും തന്നെയാണ് ഓരോ വിഷുക്കണിയും കൈനീട്ടവും.
ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങുന്ന ഓരോ ഒരുക്കവും സന്തോഷമാകുന്ന സുദിനം. കണിയൊരുക്കാനുള്ള വിഭവങ്ങളുടെ വിളവ് തൊട്ട് ആഘോഷം കളറാക്കാനുള്ള പടക്കങ്ങളിൽ വരെ കാണാം ഒരുക്കങ്ങളുടെ തിരക്കും ആവേശവും. വിഭവസമൃദ്ധമായ സദ്യയും ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഒത്തുചേരലും ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. ഈ വിഷുദിനം പോലെ ഓരോ പുലരിയും സമൃദ്ധമാകട്ടെ എന്നാണ് ഓരോ മനസ്സുകളുടെയും പ്രാർത്ഥനയും. കണി കണ്ടുണർന്നും കൈനീട്ടം വാങ്ങിയും മലയാളികൾ ആഘോഷ നിറവിലാണ്. സമൃദ്ധിയുടെ ഉത്സവം പകരുന്നത് പ്രതീക്ഷയുടെ വെളിച്ചമാണ്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരീഷ്, ജനം, കോഴിക്കോട്. മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുവർഷം പിറക്കുമ്പോൾ ഏവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും സമാധാനവും ആമോദവും നിറയട്ടെ, പുതിയ തുടക്കങ്ങളും വിജയവും കൈവരട്ടെ എന്നാണ് സമൂഹമാധ്യമ പോസ്റ്റ്. കണിക്കാഴ്ചയൊരുക്കി വിഷുവിനെ വരവേറ്റ പ്രവാസികളും. നാട്ടോർമ്മയിൽ ഗൃഹാതുരതയോടെ തന്നെയാണ് പ്രവാസത്തിലും ഓരോ മലയാളിയും വിഷു ആഘോഷിക്കുന്നത്. വിഷുപ്പുലരിയിൽ കണികണ്ട് കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടവും പുതുവസ്ത്രങ്ങളും നൽകി തൂശനിലയിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി തന്നെയാണ് ഗൾഫ് നാടുകളിലെയും വിഷു. ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും എല്ലാ വിശേഷ ദിവസങ്ങളും നെഞ്ചിലേറ്റി നടക്കുന്നവരാണ് മലയാളികൾ. പ്രവാസി മലയാളികൾ വിഷുവിനെ ആഘോഷപൂർവ്വം വരവേറ്റു. വിഷു ഗംഗേമമാക്കാൻ ഫ്ളാറ്റുകളിലും വില്ലകളിലും കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടി. പുലർച്ചെ തന്നെ കണി കണ്ട് മുതിർന്നവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിച്ച് പരമ്പരാഗത രീതിയിൽ തന്നെയായിരുന്നു വിഷു ആഘോഷം. അമ്മ ഇവിടെ ഉണ്ട്, വൈഫിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ കസിൻസും എൻ്റെ അനിയനും എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരോടും ചേർന്ന് ആയിട്ടുള്ള ഒരു സന്തോഷം നിറഞ്ഞൊരു വിഷു ദൈവം നമുക്ക് തന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാട്ടിലെ പോലെ തന്നെ നമുക്ക് നല്ല കാലാവസ്ഥയൊക്കെ ആയിട്ട് നമുക്ക് വിഷു ആഘോഷിക്കാൻ സാധിക്കും. വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കാനും പ്രവാസികൾ മറന്നില്ല. ഇവിടെ നാട്ടിലെ കൂട്ട എല്ലാ പച്ചക്കറികളും കിട്ടുന്നുണ്ട്. വിഷു ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. നാട്ടിലെ കൂട്ട് തന്നെ. അതിനേക്കായി നല്ല രീതിയിലാണ് ഇവിടുത്തെ വിഷു ആഘോഷം. എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്. മറ്റു വാർത്തകളിലേക്ക്. ചീഫ് സെക്രട്ടറിക്കെതിരെ എൻ പ്രശാന്ത് IAS തന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കേസിൽ ഹിയറിംഗ് നടപടികളുടെ റെക്കോർഡിംഗും ലൈവ് സ്ട്രീമിംഗും ആദ്യം സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് തീരുമാനം മാറ്റിയതിന്റെ കാരണം അറിയില്ലെന്നും പ്രശാന്ത് പറയുന്നു. വകുപ്പ് തല നടപടിയുടെ ഭാഗമായ ഹിയറിംഗിന് ഹാജരാകണമെന്ന് പ്രശാന്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹിയറിംഗ് ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിച്ചില്ല. എസ് ശാലിനി ചേരുന്നു. ശാലിനി, നമുക്കറിയാം ചീഫ് സെക്രട്ടറിക്കെതിരെ എൻ പ്രശാന്ത് IAS ഇപ്പോൾ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് എത്തിയിരിക്കുന്നത്. ആദ്യം വകുപ്പ് തല നടപടികളുടെ ഭാഗമായി ഹിയറിംഗിന് ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എൻ പ്രശാന്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അതിൻ്റെ ഹിയറിംഗ് നടപടികളുടെ റെക്കോർഡിങ്ങും ലൈവ് സ്ട്രീമിങ്ങും വേണമെന്നായിരുന്നു. എന്നാൽ അതിന് സർക്കാർ സമ്മതിച്ചില്ല. കാരണം അത് വകുപ്പ് തല നടപടിയുടെ ഭാഗമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അത്തരത്തിലൊരു കാര്യത്തിന് നേരത്തെ സമ്മതം മൂളിയിരുന്നുവെന്നും പിന്നീടാണത് മാറ്റിയതെന്നുമാണ് ഇപ്പോൾ എൻ പ്രശാന്ത് IAS സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം?
രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഉന്നത മേലുദ്യോഗസ്ഥനെ അടക്കമുള്ളവരെ അധിക്ഷേപിച്ചു നവമാധ്യമങ്ങളിൽ എന്നുള്ള പരാതിയുടെയും ഒപ്പം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് IAS-നെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സസ്പെൻഷൻ നടപടി സ്വീകരിക്കേണ്ടി വന്നത്. ഇതിന് പിന്നാലെയാണ് വരുന്ന 16-ാം തീയതി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒരു ഹിയറിംഗിന് വിളിച്ചിട്ടുള്ളത്. ആ ഹിയറിംഗിന്റെ വിശദാംശങ്ങളും ശബ്ദ ശകലങ്ങളും ഒപ്പം തന്നെ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ പൊതുജനം കാണണം. അതുകൊണ്ട് തന്നെ ലൈവ് സ്ട്രീമിംഗ് വേണമെന്നുള്ളതായിരുന്നു N. പ്രശാന്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഇപ്പോൾ പ്രശാന്ത് പറയുന്നത് പ്രകാരമാണ് എങ്കിൽ 10-ാം തീയതി 10/4/2025 പ്രശാന്തിന് നൽകിയിരുന്ന ഒരു കത്തിൽ ഇത് ശാരദാ മുരളീധരൻ അംഗീകരിച്ചതാണ്, സർക്കാർ അംഗീകരിച്ചതാണ്. പിന്നീട് 11-ാം തീയതി വന്നൊരു കത്തിൽ ഈ ഒരു അംഗീകാരം റദ്ദ് ചെയ്യുന്ന ഒരു നടപടി സർക്കാർ തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് ആദ്യം ഇത് പുറത്തുവിടാമെന്ന് അനുമതി നൽകുകയും പിന്നീട് അത് വേണ്ട എന്നൊരു നിലപാട് സർക്കാർ തന്നെ സ്വീകരിക്കുകയുമായിരുന്നു. താൻ എന്തൊക്കെ പറയുന്നു, എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നടക്കമുള്ള കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ എത്തണം, അതിന് ഇത് ലൈവ് സ്ട്രീമിംഗ് നടത്തണം എന്നുള്ളതായിരുന്നു പ്രശാന്ത് മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ വകുപ്പ് തല നടപടിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാർ തിരികെ മറുപടി നൽകിയിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ഫേസ്ബുക്കിലൂടെ തുറന്ന പോലിലേക്ക് N. പ്രശാന്ത് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കുറെ നാളുകളായി സർക്കാരുമായി ഒരു തുറന്ന യുദ്ധം അത് നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രശാന്ത്. അതിന്റെ ഭാഗമായിട്ടാണ് മേലുദ്യോഗസ്ഥനെ അധിക്ഷേപിക്കുകയും ഇതിന്റെ ഭാഗമായി സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വരികയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഈ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ച പശ്ചാത്തലത്തിൽ അതിന്റെ നിജസ്ഥിതി ശേഖരിക്കാനും അതിന്റെ വിശദാംശങ്ങൾ തേടാനുമായി ചീഫ് സെക്രട്ടറി തന്നെ ഒരു പബ്ലിക് ഹിയറിംഗിന് പ്രശാന്തിനെ വിളിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു പബ്ലിക് ഹിയറിംഗ് പൊതുമധ്യത്തിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്നുള്ള ആവശ്യം സർക്കാർ നിരസിച്ചതോടെയാണ് ഈ 2 കത്തുകളും പുറത്തുവിട്ടുകൊണ്ട് ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രശാന്ത് IAS എത്തിയിട്ടുള്ളത്. രോഹിണി. ശരി, S. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. വിഷുദിനത്തിലും വേറിട്ട പ്രതിഷേധവുമായി ആശമാർ. സമരപ്പന്തലിൽ കണിയൊരുക്കിയാണ് ആശമാരുടെ പ്രതിഷേധം. രാപ്പകൽ സമരം ഇന്ന് 64-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആശമാരുടെ സമരപ്പന്തലിന് മുൻവശത്ത് പ്രത്യേകമായി സജ്ജീകരിച്ചാണ് കണിയൊരുക്കിയത്. ഉണ്ണിക്കണ്ണനും കണിവെള്ളരിയും പട്ടുവസ്ത്രങ്ങളുമെല്ലാം കാഴ്ചവെച്ചാണ് കണിയൊരുക്കിയത്. ഓരോ മലയാളികളും സ്വന്തം വീടുകളിൽ വിഷു ആഘോഷിക്കുമ്പോൾ തങ്ങളെ സർക്കാർ തെരുവിൽ നിർത്തിയെന്ന് സമരക്കാർ പ്രതികരിച്ചു. വലിയ പ്രയാസമുണ്ട്. പിന്നെ ആശമാരുടെ ഒപ്പം ആയതുകൊണ്ടും നമ്മുടെ അവകാശം ആയതുകൊണ്ടും നമ്മളിവിടെ ആഘോഷിക്കുന്നു. ഇന്നലെ രാത്രി എൻ്റെ കൊച്ചുമക്കൾ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛമ്മ ഞങ്ങൾക്ക് കയ്യിൽ പൈസ തരാം, എപ്പോൾ വരും കൈനീട്ടം തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം, ഇതൊന്ന് കഴിഞ്ഞിട്ട് മക്കളെ സമരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സലിവ് തോന്നി. ഞങ്ങൾ എത്രയും ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാ വർഷവും ഞങ്ങൾ കുടുംബത്ത് വീടുകളിലാണ് വിഷു ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ വിഷു ഞങ്ങളെ ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്ന് ഉള്ളൊരു വിധിയായിരിക്കും. എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പക്ഷേ ഇപ്പം ഭയങ്കര സങ്കടമുണ്ട്. വീടുകളിൽ വിഷു ആഘോഷിച്ച് ഇരിക്കേണ്ട ഒരു ആളുകളാണ് നമ്മൾ. പക്ഷേ ഈ വർഷം ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് വിഷമവും എല്ലാം ഉണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രി കണ്ണു തുറന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ആഘോഷിക്കേണ്ടി വരും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണ്. മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് കണ്ണു തുറന്നാൽ മാത്രമേ അടുത്ത് വരുന്ന പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്ററൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയെങ്കിലും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾക്ക് ആഘോഷിക്കണമെങ്കിൽ ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ സർക്കാർ കണ്ണു തുറന്നേ മതിയാവൂ. രാപ്പകൽ സമരം ഇന്ന് 64-ാം ദിവസമാണ്. സർക്കാർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വിഷുദിനത്തിലെങ്കിലും സർക്കാർ കരുണ കാട്ടണമെന്നാണ് സമരക്കാർക്ക് പറയാനുള്ളത്. വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക, ഓണറേറിയം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 10-ാം തീയതിയാണ് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. ജനം, തിരുവനന്തപുരം. ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ധാർഷ്ട്യം അവസാനിപ്പിച്ച് ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. വിഷുവിന് പോലും സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയാതെ സമരം ചെയ്യുകയാണ് ആശമാർ. കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ധിക്കാരത്തിന്റെ പാതയിൽ തന്നെയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത്രയും ദിവസം സമരം ചെയ്തിട്ടും 1 രൂപ കൂടുതൽ കൂട്ടിക്കൊടുക്കാമെന്ന് പറയാതെ സമരം പിൻവലിച്ചു പോകുമെന്ന് പറയുന്ന ധാർഷ്ട്യമാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. ഈ ധാർഷ്ട്യം അവസാനിപ്പിച്ച് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് തയ്യാറാകണം. പാവങ്ങൾ വിഷുവായിട്ട് പോലും സ്വന്തം ഭവനങ്ങളിലേക്ക്, വീടുകളിലേക്ക് പോകാൻ കഴിയാതെ
സെക്രട്ടേറിയറ്റ് പടിക്ക് സമരം നടത്തുകയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്ന ആശാവർക്കർക്ക് വിഷുക്കൈനീട്ടത്തിനൊപ്പം 12,000 രൂപയും സമ്മാനിച്ച് വൈക്കം തലയാഴം പഞ്ചായത്ത് അംഗം പ്രീജു കെ ശശി. മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെല്ലാം വിഷുക്കൈനീട്ടവും നൽകിയാണ് അദ്ദേഹം വിഷു ആഘോഷിക്കുന്നത്. വൈക്കം തലയാഴം പഞ്ചായത്തിലെ 8ാം വാർഡ് അംഗമാണ് പ്രീജു കെ ശശി. സന്നദ്ധ പ്രവർത്തനങ്ങളും മറ്റുമായി സജീവമാണ് അദ്ദേഹം. അവകാശങ്ങൾക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശാ വർക്കർമാർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ വിഷു. തന്റെ വാർഡിൽ നിന്ന് ആശാ സമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കർ മഹിളാ മണിക്ക് വിഷു കൈനീട്ടവും 12,000 രൂപയും സമ്മാനിച്ചു അദ്ദേഹം. സർക്കാരിന്റെ അവഗണനയ്ക്ക് മറുപടിയാണ് ഈ ചേർത്തു നിർത്തൽ. മുഖ്യമന്ത്രിയോ മറ്റുള്ള മന്ത്രിമാരോ ഒന്നും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. രാപ്പകൽ സമരവും നിരാഹാര സമരമാണ് നടക്കുന്നത്. ഞാൻ ഇന്നലെയും പോയിട്ട് വന്നതാണ്. അതിന് വേണ്ടിയിട്ട് എല്ലായിടത്തും മെമ്പർമാരെ എല്ലാവരെയും അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ പോയതുമൊക്കെ. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വാർഡ് മെമ്പർ ഇങ്ങനെ ചെയ്യുമെന്നതിന് ഒരിക്കലും പ്രതീക്ഷയില്ല. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനു പുറമെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വിഷു കൈനീട്ടം നൽകി അവരുടെ പ്രിയ മെമ്പർ. മുതിർന്ന തൊഴിലുറപ്പ് തൊഴിലാളികളായ കല്യാണിക്കും അമ്മിണിയമ്മയ്ക്കും 236 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കൈനീട്ടം സമ്മാനിച്ചു. എന്നെ മെമ്പറാക്കിയ എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകൾക്കും വിഷുക്കൈ നീട്ടം കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു ദൗത്യം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം എനിക്ക് തോന്നി. കാരണം അവരോട് എനിക്ക് അത്രയും സ്നേഹമാണ്. എൻ്റെ അമ്മമാരും എൻ്റെ അമ്മക്ക് കൊടുക്കുന്നത് പോലെ, എൻ്റെ അച്ഛന് കൊടുക്കുന്നത് പോലെ, എൻ്റെ സഹോദരിക്ക് കൊടുക്കുന്നത് പോലെ, സഹോദരിയുടെ മക്കൾക്ക് കൊടുക്കുന്നത് പോലെയാണ് ഞാൻ എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകൾക്കും. അതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ വിഷുക്കൈ നീട്ടം വാങ്ങി അടുത്ത ഒരു വർഷത്തേക്ക് അവരുടെ കൈകളിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. 4.5 ലക്ഷം രൂപയോളം വരുന്ന ചികിത്സാ സഹായങ്ങളും കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ വാർഡിൽ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. തലയാഴം പഞ്ചായത്തിലെ ഏക BJP പ്രതിനിധിയായ പ്രീജു കെ ശശി BJP വൈക്കം മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ജനം, കോട്ടയം. അംബേദ്കർ ജയന്തി ദിനത്തിൽ പാർലമെന്റ് വളപ്പിലെ പ്രേരണാസ്ഥലിൽ പുഷ്പാർച്ചന നടത്തി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. അംബേദ്കറുടെ പ്രചോദനം കൊണ്ടാണ് രാജ്യം ഇന്ന് സാമൂഹിക നീതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബാബാ സാഹിബ് അംബേദ്കറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 135ാമത് അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെങ്കൽച്ചൂള രാജാജി നഗറിലെ അംബേദ്കർ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ഭരണഘടനാ ശില്പി ബാബാ സാഹേബ് അംബേദ്കറിന്റെ 135ാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ചെങ്കൽച്ചൂള രാജാജി നഗറിലെ അംബേദ്കർ പ്രതിമയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് മുതലായ ആശയങ്ങൾ അംബേദ്കറിൽ നിന്ന് ഉൾക്കൊണ്ടതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അംബേദ്കർ വഞ്ചിച്ചത് ആരാണെന്നും അംബേദ്കർക്ക് ആദരവ് നൽകുന്നത് ആരാണെന്നും എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് BJP നരേന്ദ്രമോദിജി പറയുന്ന
എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പുരോഗതിയും വികസനം ആയിട്ട് ഞങ്ങളുടെ ഒരു ഐഡിയോളജി പറയുമ്പോൾ ഇത് എൻ്റെ ഒരു കോർ ഇൻസ്പിറേഷൻ അംബേദ്കർജീൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് ഞങ്ങൾ ഈ ഇൻസ്പിറേഷൻ എടുക്കുന്നത്. നാട്ടിൽ ഡോക്ടർ അംബേദ്കർജീനെ ആരാണ് വഞ്ചിച്ചത്, അദ്ദേഹത്തിന്റെ ഐഡിയൽസും അദ്ദേഹത്തിന്റെ വാല്യൂസിനെ ആര് വഞ്ചിച്ചു, ആരാണ് അപമാനിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആരാണെങ്കിലും ഏത് മതവും സമുദായത്തിൻ ജനങ്ങളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈക്വൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാധ്യക്ഷൻ കരമന ജയൻ, BJP നേതാക്കളായ S സുരേഷ്, VV രാജേഷ്, MR ഗോപൻ, പാപ്പനംകോട് സജി തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കിയതോടെ സാമൂഹിക നീതി ഉറപ്പാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫിന്റെ പേരിൽ ഹെക്ടർ കണക്കിന് ഭൂമിയാണുള്ളത്. വഖഫ് സ്വത്തുക്കളുടെ ആനുകൂല്യങ്ങൾ ആവശ്യക്കാർക്ക് ലഭിക്കുന്നില്ല, മറിച്ച് ഭൂമാഫിയയ്ക്കാണ് ലഭിക്കുന്നതെന്നും മോദി പറഞ്ഞു. വഖഫ് നിയമം ഭേദഗതി ചെയ്തതോടെ ദരിദ്രരെ കൊള്ളയടിക്കുന്നത് അവസാനിക്കും. പുതിയ വഖഫ് നിയമപ്രകാരം ഒരു വനവാസിയുടെ ഭൂമിയോ സ്വത്തോ വഖഫ് ബോർഡിന് തൊടാൻ കഴിയില്ല. ദരിദ്ര മുസ്ലിങ്ങൾക്കും പസ്മാണ്ട മുസ്ലിങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. आज ईमानदारी से उसका उपयोग हुआ होता तो मेरे मुसलमान नौजवानों को साइकिल के पंक्चर बना करके जिंदगी नहीं गुजारनी पड़ती. लेकिन इससे मुट्ठी भर भू माफिया का कोई भला हुआ. पसमानदा मुस्लिम इस समाज को कोई फायदा नहीं हुआ. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ഹർജിയിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞ മാസം കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പത്നി മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിച്ചത്. നരഹത്യാ സാധ്യത മുൻനിർത്തി പോലീസ് അന്വേഷണം നടക്കുന്നില്ലെന്നും നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണെന്ന തീരുമാനത്തിലാണ് അന്വേഷണമെന്നും ഹർജിയിൽ പറയുന്നു. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന് അന്വേഷിക്കുന്നില്ല. നിലവിലെ അന്വേഷണം തെറ്റായ ദിശയിലെന്നും CBI വരണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ്. സുപ്രീം കോടതിയിൽ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ഫയൽ ചെയ്തിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 15-നാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ADM നവീൻ ബാബുവിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു. പ്രതിഷേധം ശക്തമായതോടെയാണ് ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുവെങ്കിലും അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം CBIയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത്. ജനം, ഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മെഹുൽ ചോക്സിയെ ഭാരതത്തിന് കൈമാറും. ചോക്സി അറസ്റ്റിലായതായി ബെൽജിയത്തിലെ ഭാരതത്തിന്റെ നയതന്ത്ര പ്രതിനിധി സ്ഥിരീകരിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട CBI ആവശ്യപ്രകാരമാണ് അറസ്റ്റ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുംബൈയിലെ കോടതി 2018 മെയ് മാസത്തിൽ മെഹുൽ ചോക്സിക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CBIയുടെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബെൽജിയം ആൻവേർപ്പിലെ വീട്ടിൽ നിന്നും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്വിറ്റ്സർലൻഡിലേക്ക് ചികിത്സയ്ക്കായി പോകാൻ തയ്യാറായിരിക്കെയാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ ഉടൻ ഭാരതത്തിന് കൈമാറും. അറസ്റ്റ് നടന്നതായി ഭാരത വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്.
രാജ്യത്തെ ചതിച്ച് നാടുവിട്ടവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മോദി ഉറപ്പു നൽകിയതിന്റെ തെളിവാണ് ചോക്സിയുടെ അറസ്റ്റെന്ന് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി അറിയിച്ചു. देखिए, मोदी जी ने जो पहले ही कहा कि गरीबों का पैसा जिन जिन लोगों ने खाया है उसको वापस करना होगा और देश में सभी के खिलाफ कार्रवाई चल रहा है. मेहुल चोक्सी पकड़ा गया है, निश्चित तौर से एक बहुत बड़ी सफलता. और एक और नोटिस था वो भी अभी उसका प्रत्यार्पण करना ये भी चुनौती है. सब पे प्रयास चल रहा. 13,000-ലേറെ കോടി രൂപയുടെ തട്ടിപ്പാണ് രത്നവ്യാപാരിയായ ചോക്സി നടത്തിയത്. തട്ടിപ്പിന് പിന്നാലെ ഇയാൾ മുങ്ങുകയായിരുന്നു. ഇയാളെ പിടികൂടി നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യുമ്പോൾ രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നിന്റെ ഉള്ളറ കഥകളാണ് മറനീക്കി പുറത്തുവരിക. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വ്യോമസേനാ വിമാനത്തിന് നേരെ സൈബർ ആക്രമണം. GPS സ്പൂഫിംഗ് വഴി ലക്ഷ്യം തെറ്റിക്കാനാണ് ശ്രമം. ഇന്റേണൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് പ്രശ്നം പരിഹരിച്ച് വ്യോമസേന. ഭൂകമ്പ ബാധിത മ്യാൻമാറിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെയാണ് വ്യോമസേനയുടെ വിമാനത്തിന് നേരെ സൈബർ ആക്രമണമുണ്ടായത്. വ്യോമസേനയുടെ C-130J വിമാനമാണ് GPS സ്പൂഫിംഗ് നേരിട്ടത്. മ്യാൻമാർ വ്യോമാതിർത്തിയിൽ വെച്ച് GPS സിഗ്നൽ തകരാറിലായി. സുരക്ഷ ഉറപ്പാക്കാൻ പൈലറ്റുമാർ ഉടൻ തന്നെ നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് നീങ്ങി. GPS റിസർവറിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വ്യാജ സിഗ്നലുകൾ നൽകി സിസ്റ്റത്തെ വഴിതെറ്റിക്കുന്ന സൈബർ ആക്രമണമാണ് GPS സ്പൂഫിംഗ്. പൈലറ്റുമാരുടെ സമയബന്ധിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. ജനം, ഡൽഹി. ഗുജറാത്ത് തീരത്ത് വൻ ലഹരിവേട്ട. ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡും കോസ്റ്റ് ഗാർഡും ചേർന്ന് 1800 കോടി രൂപ വിലമതിക്കുന്ന 300 കിലോ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. കള്ളക്കടത്തുകാർ അറബിക്കടലിൽ തള്ളിയതാണെന്നാണ് നിഗമനം. കണ്ടെടുത്തത് മെത്താഫെറ്റാമിൻ എന്നാണ് പ്രാഥമിക വിവരം. കോസ്റ്റ് ഗാർഡ് കപ്പൽ കണ്ടയുടൻ അനധികൃത ചരക്ക് ഉപേക്ഷിച്ച് കള്ളക്കടത്തുകാർ സമുദ്ര അതിർത്തി കടന്ന് രക്ഷപ്പെടുകയായിരുന്നു. इंडियन कोस्ट गार्ड के शिप ने बहुत मेहनत के साथ में इस केस को, इस आरोपियों को पकड़ने की कोशिश की, लेकिन ये जो लोकेशन थी IMBL के बहुत नज़दीक थी और जल्दी ये जो पाकिस्तानी फिशिंग बोट है ये पाकिस्तानी सीमा में काफ़ी अंदर चली गई थी. इस दरमियान ये जो मटेरियल इन लोगों ने फेंक दिया था, इस मटेरियल को रिकवर करने के प्रयास हाथ रखे गए और लगभग 311 जो पैकेट्स हैं वो रिकवर किए गए हैं. इन 311 पैकेट्स में प्राइमा फेसी मेथाम्फेटामाइन आइस जिसे कहते हैं वो रिकवर हुआ है, जिसकी अंतर्राष्ट्रीय बाजार में जो कीमत है वो लगभग 1800 करोड़ होगी. BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ മണ്ണിൽ പുതിയ ഓഫീസ്. നമോ മന്ദിർ എന്ന് പേരിട്ട മന്ദിരത്തിന്റെ ഉദ്ഘാടനം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചു. കേരളത്തിൽ വികസനം എത്തിക്കാൻ ശേഷിയുള്ള ഏക പാർട്ടിയാണ് BJP എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജില്ലാ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ രാജീവ് പറഞ്ഞ 200 വാർഡിലും വരുന്ന അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനിൽ നമുക്ക് നല്ല വിജയം കിട്ടാൻ ഒരു നല്ലൊരു അവസരമാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് അധ്വാനിക്കുക, അതാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. വിഷു എല്ലാവരുടെയും കുടുംബങ്ങളും എല്ലാവർക്കും ആശംസകൾ. അത് പറഞ്ഞ് ഞാൻ വാക്ക് തീർക്കുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ വനവാസി യുവാവിന് ദാരുണാന്ത്യം. അടിച്ചിൽ തൊട്ടി വനവാസി ഉന്നതിയിലെ 20 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെ കോളനിക്ക് സമീപം വന അതിർത്തിയിൽ വെച്ചായിരുന്നു സംഭവം. അതിരപ്പിള്ളിക്കും മലക്കപ്പാറയ്ക്കുമിടയിൽ വനത്തിനുള്ളിലാണ് അടിച്ചിൽ തൊട്ടി ഉന്നതി. ഇന്നലെ രാത്രി 10 മണിയോടെ സെബാസ്റ്റ്യനും 2 സുഹൃത്തുക്കളും വനത്തിനുള്ളിൽ നിന്നും തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ആക്രമണം. സെബാസ്റ്റ്യനും സുഹൃത്തുക്കളും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിച്ചുവെങ്കിലും ആന സെബാസ്റ്റ്യനെ തുമ്പിക്കൈയിൽ എടുത്തെറിഞ്ഞു അതിദാരുണമായി ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സെബാസ്റ്റ്യൻ മരിച്ചു. നടക്കുമ്പോൾ സമയത്താണ് ഒരു 10 മണി സമയം രാത്രി ഇന്നലെ ആന കൊന്നതാണ്. എന്നിട്ട് ഞങ്ങൾ ആംബുലൻസ് വിളിക്കാൻ പോയി. 1 മണിക്കൂറിനകത്ത് ആംബുലൻസ് വെന്റിംഗ് ആയിരുന്നു. പിന്നെ പോലീസിനെ പോലീസുകാരെ അറിയിച്ചു. ഞങ്ങളുടെ കൃഷിനെ നശിപ്പിക്കുന്ന ആനശല്യം, വീടുകൾ തകർക്കുന്നു. ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. ആന വീട്ടിന് മുന്നിലേക്ക് വന്ന് ശരിയായിട്ട് നിൽക്കുന്നു. ഞങ്ങളെ കൃഷി ചെയ്യാൻ വിടുന്നില്ല. ഗവൺമെന്റോടെ ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നപ്പോൾ ഞങ്ങൾക്ക് റെഞ്ചിങ്ങിലെടുത്ത് ആദ്യം തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കളക്ടർ അടക്കം വന്നു. സെബാസ്റ്റ്യന്റെ നിലവിളി കേട്ടാണ് ഉന്നതി നിവാസികൾ സംഭവം അറിയുന്നത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസും വനം വകുപ്പും രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് അതിരപ്പള്ളി മേഖല. ജനം, തൃശൂർ.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനം ഉറപ്പാക്കണമെന്ന് മുന്നണിക്ക് മുന്നിൽ അന്ത്യശാസനം വെച്ച് PV അൻവർ. മുന്നണി പ്രവേശനത്തിന് ശേഷം മാത്രമേ നിലമ്പൂരിലെ പിന്തുണ ആർക്കെന്ന് ഉറപ്പിക്കൂ എന്നും അൻവർ പറയുന്നു. അതേസമയം മുന്നണിക്കുള്ളിലെ കടുത്ത എതിർപ്പാണ് അൻവറിന്റെ UDF പ്രവേശനം വൈകുന്നത്. PV അൻവറിനെ UDFന്റെ ഭാഗമാക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. കൂടാതെ പ്രാദേശിക തലത്തിലുള്ള എതിർപ്പ് വേറെയും. ഇതാണ് അൻവറിന്റെ മുന്നണി പ്രവേശനം വൈകാനുള്ള പ്രധാന കാരണങ്ങൾ. ഇതിനെയൊക്കെയും അതിജീവിച്ച് അൻവറിനെ എങ്ങനെയും മുന്നണിയിലെടുക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ UDFൽ നടക്കുന്നത്. അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളിതിന് അങ്ങയുടെ പിന്തുണ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം. ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം തന്നിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും സഹയാത്രികനായി. ഇതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി പ്രവേശനം ഉണ്ടാകണമെന്ന് അൻവർ കർശനമായി പറയുന്നത്. അൻവറിന്റെ ആവശ്യത്തിന് വഴങ്ങി ഉടൻ തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത. അല്ല, അതൊക്കെ മുന്നണി തീരുമാനിക്കണം. ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല. അതിന്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യും. അതേ ഇപ്പോ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഹയാത്രികനായി ഞങ്ങളുടെ കൂടെ. അൻവറിന്റെ മുൻ നിലപാടുകൾ, രാഷ്ട്രീയ പ്രസ്താവനകൾ ഇവയൊക്കെ മുൻപിൽ വെച്ചാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ വാദിക്കുന്നത്. താൽക്കാലിക ലാഭത്തിനപ്പുറം ഭാവിയിൽ വലിയ പ്രശ്നമാകും അൻവറിന്റെ മുന്നണി പ്രവേശനമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ജനം, കോഴിക്കോട്. പത്തനംതിട്ട ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ കെട്ടിയ കാവിക്കൊടി അഴിച്ചുമാറ്റാൻ CPM ശ്രമിക്കുന്നതായി ഭക്തർ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പദങ്ങൾ ആലേഖനം ചെയ്ത കൊടി അഴിച്ചുമാറ്റാൻ CPM പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് ശ്രമം നടത്തുന്നതിനെതിരെ പ്രതിഷേധത്തിലാണ് ഭക്തർ. ഓമല്ലൂർ ശ്രീരക്തകണ്ഠേശ്വര ക്ഷേത്ര ഗോപുരത്തിൽ കാവിക്കൊടി കെട്ടിയത് അഴിച്ചുമാറ്റിക്കാൻ CPM ശ്രമിക്കുന്നു എന്നാണ് ഭക്തരുടെ പരാതി. ഹൈന്ദവ സംഘടനകളുടേതാണ് കൊടി എന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടാണ് CPM ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത്. ഓം രക്തകണ്ഠേശ്വര നമ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന കൊടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണെന്നും ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ച് CPM പ്രാദേശിക നേതാക്കൾ ക്ഷേത്രകാര്യങ്ങളിൽ അനാവശ്യ കൈകടത്തലുകൾ നടത്തുകയാണെന്നും ഭക്തരുടെ ആരോപണം. ക്ഷേത്ര ഗോപുരത്തില് കാവിക്കൊടി ഉയർത്തിയിരിക്കുന്നത് ആ കാവിക്കൊടിയിൽ ശ്രീരക്തകണ്ഠായ നമഃ എന്നെഴുതി ആലേഖനം ചെയ്ത കൊടിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയല്ല. ഇതാണ് ഇവിടുത്തെ CPMന് സഹിക്കാൻ പറ്റാത്തത്. 10 ദിവസവും വ്യവസ്ഥാപരമായിട്ടും അച്ചടക്കത്തോടു കൂടിയിരിക്കുന്ന നടത്തുന്ന ഉത്സവം അത് തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ച് ഇവിടുത്തെ ചില തൽപര കക്ഷികൾ രാഷ്ട്രീയം കളിക്കുകയാണ്. അതാണ് ഓമല്ലൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ട് ഈ നാട്ടിലെ നാട്ടുകാർ ഒന്നടങ്കം ഭക്തജനങ്ങൾ ഉൾപ്പെടെ ഇതിന് പ്രതിഷേധിക്കുകയാണ്. മുൻപ് ക്ഷേത്ര പരിസരത്ത് പാർട്ടിക്കൊടി കെട്ടാൻ CPM ശ്രമിച്ചിരുന്നുവെന്നും അന്ന് ഭക്തജനങ്ങൾ ഇടപെട്ടാണ് തടസ്സപ്പെടുത്തിയതെന്നും ഭക്തർ പറയുന്നു. ഉത്സവത്തിന് മുൻപ് അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഉപദേശക സമിതിയെ പിരിച്ചുവിടാനാണ് CPM പ്രാദേശിക നേതൃത്വം ഇടപെടലുകൾ നടത്തുന്നതെന്നും ആരോപണം. ഈ ഉത്സവത്തിന് മുന്നോടിയായിട്ട് ഈ ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുന്നതിന് വേണ്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ബൈജുവും മറ്റ് കൂട്ടാളികളും ചേർന്ന് ഈ ക്ഷേത്രത്തിൽ ഗോപുരത്തിൽ കൊടി നിൽക്കുന്നു എന്നുള്ള ഒരാരോപണത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയെ പിരിച്ചുവിടാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ക്ഷേത്രാചാരങ്ങളിലും ഉത്സവ നടത്തിപ്പിലും CPM കൈകടത്തൽ നടത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കാനാണ് CPM ശ്രമമെന്ന് ഭക്തജനങ്ങൾ ആരോപിക്കുന്നു. ജനം, പത്തനംതിട്ട. എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ അഞ്ജന പ്രേംകുമാർ രചിച്ച ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ജനം TV ചീഫ് ന്യൂസ് എഡിറ്റർ അനിൽ നമ്പ്യാരാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഡോക്ടർ N അജിത് കുമാർ ഏറ്റുവാങ്ങി. റിഫ്ലക്ഷൻസ് ഇൻ റൈം എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബുക്ക് ലീഫ് പബ്ലിക്കേഷൻസ് ആണ്. കവയിത്രിയുടെ ജീവിതത്തിലൂടെ കടന്നുപോയവരും അനുഭവിച്ചതും കണ്ടതും കേട്ടതുമായ വിവിധ വിഷയങ്ങളെയാണ് കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് PR പ്രവീൺ, നാരായൺ മേനോൻ, PN പ്രേംകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഞ്ജനയുടെ പുസ്തകം കവിത റിഫ്ലക്ഷൻസ് ഇൻ റൈം, ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വായിച്ച് പോയി. അഞ്ജന വർത്തമാന കാലത്തെക്കുറിച്ച് സംവദിക്കുന്നുണ്ട്. അഞ്ജന ജീവിതത്തിന്റെ സങ്കീർണതകളെക്കുറിച്ച് നമ്മളോട് തുറന്നു പറയുന്നുണ്ട്. അഞ്ജന പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അഞ്ജനയുടെ വൈയക്തികമായ
അനുഭവങ്ങൾ അത് ഈ പുസ്തകത്തിലൂടെ സാക്ഷാത്കരിക്കുന്നുണ്ട്. ഷീ ഈസ് വെരി ഓപ്പൺ, ഒരു തടസ്സവും ഇല്ലാതെ തുറന്ന് പറയുന്നു ഈ കവിതയിലൂടെ. മാത്രമല്ല വലിയ അലങ്കാരങ്ങൾ ഒന്നുമില്ല, യാഥാർത്ഥ്യം തുറന്നു പറയുന്നു. എന്താണ് വസ്തുതകൾ അത് യഥാതഥം അവതരിപ്പിക്കുകയാണ്. ഇത് ഈ ടൈറ്റിൽ ഉള്ളതുപോലെ വളരെ റൈമിക്കായിട്ട് നമ്മുടെ പ്രാസം ഒപ്പിച്ച് എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.